42 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4563 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. യുകെയിൽ നിന്ന് വന്ന 3 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചു. 23 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ മരണസംഖ്യ 3257 ആയി. 5325 പേർക്കാണ് ഇന്ന് രോഗം ഭേദമായത്. 64,236 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 8.63 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് വാക്സിൻ രണ്ടാം ഘട്ട ഡ്രൈ റൺ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും വിജയകരമായി പൂർത്തിയാക്കി. 46 കേന്ദ്രങ്ങളിലായിരുന്നു ഡ്രൈ റൺ. സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് പുറമെ താൽക്കാലിക വാക്സിൻ കേന്ദ്രങ്ങളിലും ഡ്രൈ റൺ നടന്നു. ആദ്യഘട്ടത്തിൽ 4 ജില്ലകളിലായിരുന്നു സംസ്ഥാനത്ത് വാക്സിൻ ഡ്രൈ റൺ. തുടർന്ന് കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും വിവിധ കേന്ദ്രങ്ങളിൽ രണ്ടാം ഘട്ട ഡ്രൈ റൺ നടത്തി. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെ സൗകര്യക്കുറവ് കാരണം താൽക്കാലിക വാക്സിൻ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ 46 കേന്ദ്രങ്ങളിലായിരുന്നു ഡ്രൈ റൺ. ഒരു കേന്ദ്രത്തിൽ 25 ആരോഗ്യ പ്രവർത്തകരിലായിരുന്നു പരീക്ഷണം. വാക്സിൻ ഇഞ്ചക്ഷൻ ഒഴികെ മറ്റെല്ലാ നടപടിക്രമങ്ങളും ഡ്രൈ റണ്ണിൽ നടത്തി. ഈ മാസം അവസാനം മുമ്പിൽ വാക്സിനേഷൻ തുടങ്ങും എന്ന പ്രതീക്ഷയിലാണ്. സോ ഓൾമോസ്റ്റ് ഒരു 60,000 ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രൈ റണ്ണിൻ്റെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് എന്താ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇതൊക്കെ ഈ വാക്സിനേഷൻ ഡ്രൈവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് സജ്ജമാണ്. ഇതുവരെ 3.5 ലക്ഷത്തോളം ആരോഗ്യ പ്രവർത്തകരാണ് വാക്സിനേഷന് രജിസ്റ്റർ ചെയ്തത്. സർക്കാർ മേഖലയിലെ 1,67,084 പേരും സ്വകാര്യ മേഖലയിലെ 1,84,373 പേരുമാണ് രജിസ്റ്റർ ചെയ്തത്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതിയിലെ ജീവനക്കാരുടെയും 108 ആംബുലൻസിലെ ജീവനക്കാരുടെയും രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം ഉടൻ ആരംഭിക്കും. പൂനെയിലെ സെൻട്രൽ ഹബിൽ നിന്ന് ഡൽഹി, കർണാൽ, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ് തുടങ്ങിയ സബ് സെന്ററുകളിലേക്ക് വാക്സിൻ എത്തിക്കും. തുടർന്ന് രാജ്യത്തെ 37 വിതരണ കേന്ദ്രങ്ങളിലേക്ക് വാക്സിനുകൾ മാറ്റും. വിതരണത്തിന് മുന്നോടിയായി 736 ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് ഡ്രൈ റൺ നടന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ചെന്നൈയിൽ നടന്ന ഡ്രൈ റൺ വിലയിരുത്തി. വാക്സിൻ വിതരണ തയ്യാറെടുപ്പ് വിലയിരുത്താൻ തിങ്കളാഴ്ച പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും.